ഐശ്വര്യവും സമാധാനവും സൗഹാർദ്ദവും പൂത്തുലയുന്ന ആഘോഷ പുളമയുടെ പുലരിയാണ് ഈദുൽ ഫിത്തർ. മനുഷ്യ സമൂഹത്തിലെ ദരിദ്രരും ധനാപ്തരും അല്ലാഹുവിന്റെ മുമ്പിൽ സമന്മാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈദുൽ ഫിത്തറിന്റെ ആഘോഷ പരിപാടികൾ. പ്രവാചകർ റസൂൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ മദീനക്കാരിൽ പ്രാകൃതമായ രണ്ട് ആഘോഷങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. മെഹറൂസ് മെഹ്റജാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് ആഘോഷങ്ങളായിരുന്നു അവ. ഈ ആഘോഷങ്ങൾ എല്ലാ അർത്ഥത്തിലും ധാർമ്മികതയോട് നിരക്കാത്തതും അനുഭവസനീയമായതുമുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവക്ക് പകരം ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും മാനവ സമൂഹത്തിന് സമ്മാനമായി സമർപ്പിക്കുകയാണ് ഏകഇലാഹിന്റെ നിർദ്ദേശപ്രകാരം. പരിശുദ്ധമായ ഈദ് നമുക്ക് നൽകുവാനുള്ള സുപ്രധാനമായ സന്ദേശം അത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. കാരുണ്യവും സ്നേഹവുമാണ് ഈദുൽ ഫിത്തറിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ തങ്ങളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈദുൽ ഫിത്തറിന്റെയും ഈദുൽ അദ്ഹയുടെയും. അവർക്ക് തങ്ങളുടെ കുടുംബങ്ങളുമായി സമ്പർക്കം പുലർത്തുവാനും സ്നേഹ സമീപനങ്ങൾ പങ്കുവെക്കുവാനും അവസരം ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാരായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനും നാട്ടിലും പുറംനാട്ടിലുമുള്ളവർ ആ മേഖലയിൽ സജീവമായ സാന്നിധ്യം നിലനിർത്തുവാൻ ഈദുൽ ഫിത്തറിൽ നമുക്ക് കഴിയണം എന്നീ സന്ദർഭത്തിൽ ആമുഖമായി ആശംസിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈദുൽ ഫിത്തർ ആഘോഷം കുടുംബ സമ്പർക്കത്തിലൂടെയും കുടുംബ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെയുമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളുമായി ബന്ധവിച്ഛേദനം നടത്തുകയും അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുകൊള്ളാതെ തനിച്ച് ഒറ്റപ്പെട്ട് കഴിയുകയും ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. അത്തരം ആളുകൾക്കെല്ലാം ഈദുൽ ഫിത്തറിൽ അവരവരുടെ കുടുംബങ്ങളുമായി ബന്ധം പുലർത്തണം എന്നതാണ് ഈ മഹത്തായ ഈദുൽ ഫിത്തറിന്റെ സന്ദേശം. നമുക്കറിയാമല്ലോ, ഇസ്ലാമിക സാമൂഹികത എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ എന്ന് മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങൾക്കിടയിലും മുസ്ലിമേതര സമൂഹങ്ങൾക്കിടയിലും അതിശക്തമായ സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കഥകളാണ് ഇസ്ലാമിക സാമൂഹികതയ്ക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചതിൽ പ്രധാനമായി പങ്കുവഹിച്ചത് ഈ നാട്ടിലേക്ക് കടന്നു വന്ന പൂർവീകരായ അറബ് സഹോദരന്മാർ. അവർ രാത്രി സമയങ്ങളിൽ രാത്രി അത്താഴം കഴിക്കുന്നതിനു വേണ്ടി അവരുടെ കൈകളിലുണ്ടായിരുന്ന പുതുച്ചോർ അത് കൊടുങ്ങല്ലൂരിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയും നഗരബോധുകളിലൂടെയും ഗ്രാമാന്തരങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിച്ച് ഓരോ റോഡുകളിലും കയറിയിറങ്ങി അവർക്കൊക്കെയും ഒരു പൊതുബോധം ഭക്ഷണം കൊടുത്തായിരുന്നു അവരൊക്കെ അന്ത്യത്താഴം കഴിച്ചിരുന്നത് എന്നത് ചരിത്രം. ഈ മഹത്തായ സംഭാവനയുടെയും മഹത്തായ സാന്നിധ്യത്തിന്റെയും സന്ദേശങ്ങൾ ഒരു മിന്നൽ തുണക്കണക്ക് കേരളത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് പ്രചരിക്കുകയും ഇസ്ലാമിക സാമൂഹികതയ്ക്ക് ശക്തമായ പോരാട്ടം കേരളത്തിൽ ലഭ്യമാവുകയും ചെയ്തു. ഇത് ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ കഥയാണ്. കുടുംബങ്ങളിൽ നമ്മുടെ സാഹോദര്യവും സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കണം. റസൂൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ജീവിത ചരിത്രത്തിൽ നിന്നും വളരെ പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ട സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഒന്നിലധികം ധാരാളമായി കഴിഞ്ഞിരുന്ന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ആയിഷ ബീവിയുമൊത്ത് ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ബീവി സൗദ റളിയല്ലാഹു അൻഹ പ്രവാചകർ പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുവാൻ വേണ്ടി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴേക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹരീറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സുപ്രയിൽ അത് എടുത്തു വച്ചിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സുപ്രയിൽ ഒളിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെ വരവ്. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ഹരീറ
ആവശ്യപ്പെട്ടു. ആ ആവശ്യവും സൗദാബീവി റളിയല്ലാഹു അൻഹ മനഃപൂർവ്വം നിരസിച്ചു. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ഹരീറ എന്ന പ്രത്യേക വിഭവം കഴിക്കുവാൻ വിസമ്മതിക്കുന്ന പക്ഷം ഇതിൽ നിന്നും ഞാൻ അല്പമെടുത്ത് നിങ്ങളുടെ മുഖത്ത് ഞാൻ പുരട്ടും എന്ന് പറഞ്ഞു. സൗദാബീവി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഭക്ഷണം, ആ വിഭവം പുരസ്കരിക്കുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിൽ നിന്നും അല്പമെടുത്തുകൊണ്ട് സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് പുരട്ടുകയും ചെയ്തു. ഉടനെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ സൗദാ ബീവിക്ക് ആയിഷ ബീവിയോട് പകരം വീട്ടുവാൻ അവസരമുണ്ടോ എന്ന് ആഹ്വാനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗദാ ബീവിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് അല്പം ഭക്ഷണമെടുത്ത് ആയിഷ ബീവിയുടെ മുഖത്ത് തിരിച്ചും പുറത്തുവാൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരും അനുകൂലപ്പെട്ട മുഖഭാവവുമായി നിൽക്കുന്നത് കണ്ട് റസൂൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയായിരുന്നു. ഈ മഹത്തായ സന്ദേശം, ഈ മഹത്തായ ചരിത്രം നമുക്ക് നൽകുന്ന ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിൽ വ്യത്യസ്ത തറവാടുകളിൽ നിന്നുള്ള, വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്നുള്ള, വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ട ആളുകളും കുടുംബിനികളും സഹോദരന്മാരും വനിതകളും ഒരുമിച്ച് കഴിയുമ്പോൾ അവർക്കിടയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മഹത്തായ അന്തരീക്ഷങ്ങൾ, മഹത്തായ സാന്നിധ്യത്തോടുകൂടി പ്രവർത്തിക്കണം, പെരുമാറണം എന്നതാണ് ഈ സന്ദേശം നമുക്ക് നൽകുന്ന പാഠം. അത്തരത്തിലുള്ള ഒരു മഹത്തായ ജീവിതം പങ്കുവെക്കുവാൻ നമുക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്